സർ, വേണുവിന്റെ ഒളിസംഗീതം ട്രേസ് ചെയ്തു. കാക്കനാട്ടെ സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്. പക്ഷേ ഏത് ഫ്ലോറാണെന്ന് അറിയാൻ പറ്റിയില്ല. മീഡിയക്കാരുടെ ഫ്ലാറ്റ് ഏതെങ്കിലും ഉണ്ടെന്ന് ആദ്യം അന്വേഷിക്കാം. ഉണ്ടെങ്കിൽ അത് ആദ്യം സെർച്ച് ചെയ്യാം. സർ, സർ. എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കിട്ടിയ ചാൻസ് മുതലെടുത്ത് നീ എന്നെ വിൽക്കാൻ നോക്കിയല്ലടാ. അത് വിട്. എടാ നിന്റെ ഫോൺ കോൾ വെച്ച് പോലീസ് ലൊക്കേഷൻ ട്രേസ് ചെയ്തു. ഇപ്പൊ സോമനാഥ് സാർ വിളിച്ചു പറഞ്ഞ അവരിപ്പൊ എങ്ങെത്തും. വേഗം മുങ്ങിക്കോ. ഈ നേരത്തിന് എങ്ങോട്ട് മുങ്ങാൻ? തൽക്കാലം അവിടെ നിന്ന് ചാട്. വേറൊരു സ്ഥലം ഒപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം. എന്താ? എങ്ങോട്ടാ? പോലീസ് ഈ സ്ഥലം ട്രേസ് ചെയ്തു. എപ്പോ വേണേലും ഇങ്ങോട്ട് വരാം. ദൈവമേ, ഒരു മിനിറ്റ്, ബാത്റൂം പോയിട്ട് പോരാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താണ്? എന്താണെന്ന്? I want to pee. മുടിയാനായിട്ട് നിനക്കിത് അവിടെ സാധിച്ചുകൂടായിരുന്നു? അതിന്റെ ഡോർ ക്ലോസ് ചെയ്തിട്ട് പോയില്ലേ? ഇറങ്ങ. പ്ലീസ്. ഓ ആംബുലൻസ് ആയിരുന്നു. എവിടെയാ ബൈക്കിന്റെ കീ? ദാ, എന്നെ കൊടുക്കാൻ നോക്കായിരുന്നല്ലേ? അതെന്നെ വിട്ടിട്ട് പോവാതിരിക്കാൻ വേണ്ടി എടുത്തു. കള്ളി നോണ പറയുന്നു. നീ മുള്ളാൻ പോയതൊന്നുമല്ല, അതെനിക്ക് മനസ്സിലായി. ശ്ശെ, പോടാ. ഓടാന്നോ? എന്നെ പിടിപ്പിക്കാൻ വേണ്ടിയില്ലേ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയത്? നീ വരുമ്പോഴേക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് നിർത്താന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ. അപ്പൊ ഫ്ലാറ്റ് പുറത്തുനിന്ന് പൂട്ടിയതോ? നിന്നെ പിടിപ്പിക്കാൻ തന്നെ എന്ത് വേണം? എങ്കിൽ ഞാനും പിടിപ്പിക്കാൻ തന്നെ നോക്കിയതാ. ഒരാൾ ആദ്യം പിടികൊടുത്തേ പറ്റൂ. അല്ലാതെ പ്രഷർ സഹിച്ച് ഉറക്കമില്ലാതെ പാത്തും പതുങ്ങിയും പെരുവഴിയിൽ ഇങ്ങനെ. എന്തായാലും ഈ ചുറ്റിക്കളിക്ക് ഒരു തീരുമാനമാകാതെ ഞാൻ പിടികൊടുക്കില്ല. വേണ്ട, വണ്ടി എടുക്ക്. എന്നെ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്ത് വേണിപ്പിക്കും. നീ വലിയ സെന്റിമെന്റ്സ് ഒന്നും ഇറക്കല്ലേ. സെന്റിമെന്റ്സ് എനിക്കതൊന്നും ഇല്ലല്ലോ. ആകെ ഉള്ളത് പോപ്പുലാരിറ്റി മാനിയ അല്ലേ? വാലിനെ തീ പിടിച്ചോണ്ടിരിക്കുമ്പോ നീ ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്നും കടക്കണ്ട. നീ ഒരു റിപ്പോർട്ടർ, ഞാനൊരു ക്യാമറമാൻ, അത്രേ ഉള്ളൂ. വണ്ടി കയറും. ഈ ഇഷ്യൂ തീരുന്നവരെ ആരും സറണ്ടർ ചെയ്യുന്നില്ല. ഹലോ, അതെ, ഒരു സ്ഥലം റെഡി ആയിട്ടുണ്ട്. ആലപ്പുഴ നെടുമുടി പാലം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്. അവിടുന്ന് 1.5 കിലോമീറ്റർ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു മരത്തിന്റെ ഗേറ്റ് കാണാം. ഞാൻ ഒബോർഡ് ഉണ്ടോ? ഓക്കെ. ആരാ? ഋഷി.
ഹായ്. വാടാ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സമ്മർ ഹൗസാ, അവൻ സ്റ്റേറ്റ്സിലാണ്. വാ. ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം. ഏ? രാവിലെ വരാം. ആ. ഡ്രസ്സും ഹിയറിംഗ് എയ്ഡൊക്കെ ആയിട്ട്. കിട്ടാവുന്ന ന്യൂസ് പേപ്പറൊക്കെ വാങ്ങിച്ചോ? ആ, പിന്നൊരു ന്യൂസുണ്ട്. ഭാരത് വിഷൻ നിങ്ങൾ രണ്ടുപേരും തള്ളി പറഞ്ഞു. ലേറ്റ് നൈറ്റ് ബുള്ളറ്റിൽ വിജയകുമാർ റെപ്രസെന്റ് ചെയ്തു. നാളെ വരുമ്പോൾ അവളോടൊന്ന് പറഞ്ഞേരെ. തീർന്നില്ല. പിന്നെ ഡൽഹിയിൽ നിന്ന് അറിഞ്ഞ റോയിറ്റേഴ്സിന്റെ സ്റ്റിംഗർ പാനലിൽ നിന്ന് നിന്നെ ടെർമിനേറ്റ് ചെയ്തു. വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഭരതൻപിള്ളയെ CM പോസ്റ്റിലേക്ക് പരിഗണിക്കേണ്ടത്രേ. രാവിലെ കേന്ദ്ര കമ്മിറ്റി കൂടുന്നുണ്ട്. അങ്ങനെ വന്ന സത്യപ്രതിജ്ഞ വൈകാനിടയില്ല. ഓക്കെ. പോട്രാ. അപ്പോ ദാ, ഇത് ഇവർക്കുള്ള ഡ്രസ്സാ. ഡാ, ആ പത്രം ഇങ്ങനെ. എന്നാ, നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സാ. ദാ, hearing aid. ഋഷി, ആ. DSNG പാനലിൽ നിന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്ത വിഷ്വൽസിന്റെ ഒറിജിനൽ ഫുട്ടേജ് മിസ്സിംഗ് ആണ്. ഒറിജിനൽ ഫുട്ടേജ് ഇല്ലാണ്ട് വിഷ്വൽസിന്റെ സത്യാവസ്ഥ എങ്ങനെ തെളിയിക്കും? തെളിയിക്കാൻ പറ്റുന്നതല്ല. അത്രയ്ക്ക് പഴുതടച്ചാണ് തിരക്കഥ. ഇൻഫർമേഷൻ പാസ് ചെയ്ത മുതൽ നൈറ്റ് റെസ്റ്റോറൻറ്റിലെ കയ്യാങ്കളി വരെ ക്ലീൻ സ്ക്രിപ്റ്റായിരുന്നു. രചന, സംവിധാനം ഭരതൻപിള്ള. അങ്ങനെയാണെങ്കിൽ രാജൻ കർത്തയാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കർത്ത കൊച്ചിയിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ വേണു ഡൽഹിയിൽ നിന്ന് വന്നേ അന്ന് മുതൽ. CMI പിള്ളയുടെ സത്യപ്രതിജ്ഞ ഉടനെ ഉണ്ടാകുന്നല്ലേ പറഞ്ഞത്. അതുവരെ സമയമുണ്ട് ഋഷി. ഇനി പറയേണ്ടത് അവനാ, സുഗുണൻ അല്ലേ? അതെ. എന്താ പറ്റിയത്? നടത്താതെ പോയി ഏതോ ഒരു അപരാധി പോയി. അയ്യോ, സുഗുണൻ സാറല്ലേ? അത് ഒന്ന് പിടിച്ചേട്ടാ. പതുക്കെ സൂക്ഷിച്ചു. ഇപ്പോ കൈക്ക് പെയിൻ ഉണ്ടോ സാർ? ഇല്ല, ഇപ്പൊ കുറവുണ്ട്. സാറ് നല്ല ചെത്ത് ഡ്രസ്സിലാണല്ലോ. സാധാരണ കതറല്ലേ? TV-ക്കാരെ കണ്ണിപ്പെടാതിരിക്കാനാ ബായി. ശല്യങ്ങള്. അവന്മാരാ അവന്റെ എന്നെ അടിച്ചേ. ആഹാ, എന്നാ ചോദിച്ചിട്ടേ ഉള്ളൂ. സാർ ഇറങ്ങണ്ട, നാലാൾ അറിയുന്നതല്ലേ, ഞാൻ ചോദിക്കാം. എന്താ അതെ, ഞങ്ങൾക്കും അത് തന്നെയാണ് അറിയുന്നത്. ആദ്യം മരിക്കുക, പിന്നെ ഉയർത്തി വരിക. നീ ആരടാ? പുതിയ നിയമത്തിലെ ലാസറ? ആദ്യം അവന്റെ അമ്പരപ്പൊന്ന് മാറിക്കോട്ടെ, അത് കഴിയുമ്പോൾ സൂണൻ ലാസർ പറയും. മതി. സുഗുണ, നിന്നെ കൊന്ന് കെട്ടിത്തൂക്കുന്ന ഞങ്ങൾ കണ്ടതാ. ഞങ്ങളത് നാട്ടുകാരെ കാണിക്കുകയും ചെയ്തു. ഒരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ നീ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ നാട്ടുകാർക്ക് കൺഫ്യൂഷനായി. ഞങ്ങളിപ്പോ ആ കൺഫ്യൂഷൻ തീർക്കാൻ പോവല്ല, അതൊന്നുകൂടെ കൂട്ടാൻ പോവാ. അതേ സ്ഥലത്ത് അതേപോലത്തെ കയർ നീ ഒറിജിനലായിട്ട് ഇന്ന് തൂങ്ങി നിന്നാടും. ഞങ്ങൾ നല്ല വെടിപ്പായിട്ട് ഷൂട്ട് ചെയ്ത് ചാനലിലെ നാട്ടുകാരെ കാണിക്കുകയും ചെയ്യും. നാട്ടുകാർക്ക് പ്രാന്താവും. അവരിതിൽ ഏത് വിശ്വസിക്കും? സത്യമായിട്ട് സാറേ, അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും അവരെന്നെ കൊല്ലുവെന്ന് തന്നെ എനിക്ക് തോന്നിയത്. അന്ന് പിള്ള സാറ് കൈക്കൂലി വാങ്ങുന്ന കാര്യം മണിവെക്കലിനോട് പറഞ്ഞത് ഞാനാ. നിങ്ങളെല്ലാവരും കൂടി അത് വാർത്തയാക്കി.
ഞാനാണ് ഒറ്റതെന്ന് കുറച്ചു ദിവസം മുമ്പ് സാർ അറിഞ്ഞത്. ഞാൻ അങ്ങനോട് കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതാ. അവസാനം സാറ് പറഞ്ഞു മണിവെക്കലിന് ഒരു ഇൻഫർമേഷൻ കൂടെ കൊടുക്കാൻ. പിള്ള സാറിന് വേണ്ടി ഒരു കൊല നടക്കാൻ പോകുന്നു. അത് വിളിച്ചു പറഞ്ഞപ്പോ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം സുഗുണ വാ കേറ്, ഭരതപിള്ള സാറ് വിളിക്കുന്നു. ഹലോ ദാ എന്താ സാർ? ഏറ്റുപറച്ചിൽ പള്ളിയിലെ തിരുരൂപത്തിന് മുന്നിലാണെങ്കിൽ ഗുണം ചെയ്യും. പക്ഷെ എന്റെ നെഞ്ചിനകത്തുള്ളത് തിരുഹൃദയം അല്ലല്ലോ. എങ്ങനെയുണ്ട് സർ? ഓക്കെ. കൊണ്ടുപോയി കെട്ടി നോക്കണം. നിങ്ങൾ പോയ ശേഷം അവർ അവിടേക്ക് വീണ്ടും വന്നു. ശിവു, ഇത് ക്ലോറോഫോമിലുള്ള ആന്റിഡോട്ട്. ഇതൊന്ന് മണപ്പിച്ചാൽ മതി, അവൻ എഴുന്നേറ്റ് പോകും. അവിടെ നിന്ന് അവരെന്നെ കൊണ്ടുപോയത് പിള്ളസാറിന്റെ വീട്ടിലേക്കാ. മുറ്റത്ത് ആളും ബഹളും കൂടിയപ്പോ പുറത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. ഞാൻ വെറും ഡ്യൂപ്പായിരുന്നു സാർ, കൊല്ലപ്പെടാൻ പോണ ആളുടെ ഡ്യൂപ്പ്. യൂപ്പോ? അതെ, ഒരാൾ കൊല്ലപ്പെടും സാർ. ആ പഴയ ക്ലബ് ഹൗസ് വെച്ച് യഥാർത്ഥ കൊലം നടക്കാൻ പോവുക. അതേ സ്ഥലത്ത് ഏതാണ്ട് ഇതുപോലെ തന്നെ. ആരാണ് അയാൾ? അതെനിക്കറിയില്ല സാർ. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പാ, ഈ വരുന്ന 12-ാം തീയതി രാത്രിയാവും നടക്കുക. ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? പിള്ള സാറിന്റെ PA വർഗീസ് അന്ന് എന്നെ പിടിച്ചോണ്ട് പോയ ആളുകളോട് പറയുന്നത് കേട്ടു. സംഭവം കഴിഞ്ഞ് ക്ലബ് ഹൗസിൽ നിന്ന് അപ്പം തന്നെ നേരെ പൊക്കോളണം. 13-ാം തീയതി വെളുപ്പിന് 2 മണിക്കുള്ള ട്രെയിനിന് തന്നെ എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ പിള്ള സാറിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ തിരിച്ചു വരാവുന്നു. അപ്പോ സാർ, നീ സുഗണ്ണെ ഏതെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടാക്ക്. പിന്നെ ഈ ചാവാൻ പോകുന്ന ആൾ ആരാണെന്നറിയാം. അത് നീ തന്നെ. എന്നിട്ട് ആ കുറ്റം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണം ആ പിള്ളയ്ക്ക്. നീ ഓടി രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. ശ്രമിച്ചാലും നിന്നെ അവർ വിടില്ല. പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. 12-ാം തീയതി ഞങ്ങളുണ്ടാവും അവിടെ. ഞങ്ങൾക്കത് ഷൂട്ട് ചെയ്യണം. ചെല്ലേ, നീ പേടിക്കാതിരിക്കേ, നിനക്കൊന്നും സംഭവിക്കില്ല. അബു, സാർ. എന്നാ ആ വക്കീലിനെ വിളിച്ച് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കാണണമെന്ന് പറ. അവനായിട്ട് തുടങ്ങി വെച്ചതല്ലേ.